ഹായ് നമസ്കാരം. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ കൊടുത്ത പോലെ ബിസിനസ്സുകാരുടെ തോഴൻ എന്നറിയപ്പെടുന്ന ചിട്ടി എന്ന് പറയുന്നത് മാസം 50,000 രൂപ വെച്ചിട്ട് അടച്ച് 40 മാസം കാലാവധിയുള്ള 20 ലക്ഷം ചിട്ടിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കാരണം ഈ ബിസിനസ്സുകാരുടെ തോഴൻ എന്ന് പറയാൻ കാരണം 20 ലക്ഷത്തിന്റെ ചിട്ടിയാണ്. അപ്പൊ അതിന്റെ കാലാവധി 40 മാസമുള്ളൂ. അപ്പൊ പെട്ടെന്ന് കഴിയും. കാരണം 3 വർഷവും 4 മാസമാണ് അതിന്റെ കാലാവധി വരുന്നത്. അതേപോലെ തന്നെ മാസം അടവ് വരുന്നത് 50,000 രൂപയാണ്. അപ്പൊ നിങ്ങൾക്ക് മാസം ഒരു 50,000 രൂപ വെച്ച് മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക്, പുതിയൊരു സംരംഭം തുടങ്ങാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ഉള്ളൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചിട്ടിയാണ് ഈ 20 ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിവിഡൻഡ് ലഭിക്കും. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും കഴിയും. അതാണ് ഈ ചിട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ചിട്ടി നമ്മൾക്ക് ഇപ്പൊ നമ്മുടെ സാമ്പത്തികമായിട്ട് ഇപ്പൊ നമ്മളൊരു ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണൊക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചിട്ടിയാണ് ഈ 20 ലക്ഷത്തിന്റെ ചിട്ടി. ഈ ചിട്ടിയിൽ വന്നിട്ട് 40 ആളുകളാണ് ഉണ്ടാകുക. കാരണം കാലാവധി 40 മാസമാണ്. അപ്പൊ 40 ആളുകളാണ് ഉണ്ടാകുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് മാസം ഒരു 50,000 രൂപ വെച്ച് മാറ്റി വെക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ചിട്ടിയാണ്, ഈ ബിസിനസ്സുകാർക്ക് ചേരാൻ പറ്റിയ ചിട്ടിയാണ് ഈ 20 ലക്ഷത്തിന്റെ ചിട്ടി. അതേപോലെ തന്നെ ഈ ചിട്ടി വന്നിട്ട് 30% താഴ്ത്തിയിട്ടാണ് പിടിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ 14 ലക്ഷം രൂപയാണ്. അതേ സ്ഥാനത്ത് ഈ ചിട്ടി മാക്സിമം 19 ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ്. ഈ ചിട്ടിയിലെ KSF-യുടെ ഫോർമാൻ കമ്മീഷൻ എന്ന് പറയുന്നത് 5%. അപ്പൊ 1 ലക്ഷം രൂപയാണ് KSF-യുടെ ഫോർമാൻ കമ്മീഷൻ വരുന്നത്. അപ്പൊ അത് കഴിച്ച് മാക്സിമം 19 ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ്. ഈ ചിട്ടിയിൽ 40 ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ 30% താഴ്ന്നു പോകാൻ സാധ്യതയുള്ള ചിട്ടിയാണ്. അങ്ങനെ 30% താഴ്ന്നു പോകുകയാണെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്നത് 14 ലക്ഷം രൂപയാണ്. ഈ 14 ലക്ഷത്തിൽ നിന്ന് നമ്മൾ GSTയും പ്ലസ് ഡോക്യുമെന്റേഷൻ കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾക്കത് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നത്. അങ്ങനെ ഈ ചിട്ടി 30% താഴ്ന്നു പോകുന്ന സമയത്ത് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് അടവ് വരുന്നത് 37,500 കാരണം 12,500 വെച്ച് ഡിവിഡൻഡ് കിട്ടും 30% താഴ്ന്നു പോകുന്ന സമയത്ത്. അങ്ങനെ 30% താഴ്ന്ന് ഈ ചിട്ടി എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ നമുക്ക് 37,500 വരുള്ളൂ. അതേസമയത്ത് ചിട്ടി 30% കഴിഞ്ഞ് വിളിയാവുന്ന സമയത്ത് 37,500 എന്നുള്ളത് 40,000 രൂപയും 42,000 45,000 അങ്ങനെ 50,000 രൂപ വരെ അടവ് വരും. അങ്ങനെ 50,000 രൂപയ്ക്ക് അടവ് വരുന്ന സമയത്ത് ഏകദേശം ഒരു 30 മാസമൊക്കെ കഴിയണം കേട്ടോ. അപ്പോഴേ 50,000 വരുള്ളൂ. കാരണം അത്രയും മാസം വരെയൊക്കെ അത്യാവശ്യം ചിട്ടി വിളിക്കാൻ ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഈ ചിട്ടിയിൽ അത്യാവശ്യം ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ്. ഈ ചിട്ടി ഞാൻ പറഞ്ഞല്ലോ മാക്സിമം 19 ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ്. അപ്പൊ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ചിട്ടി ആദ്യം പിടിക്കണോ, ഇല്ലെങ്കിൽ ഒരു പകുതി മാസം ഒരു 20 മാസം കഴിഞ്ഞിട്ട് പിടിക്കണോ, അല്ലെങ്കിൽ ഒരു 30 മാസമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കാലാവധിയിൽ പിടിക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് ഈ ചിട്ടി വന്നിട്ട് 14 ലക്ഷം രൂപ തൊട്ട് 19 ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ചിട്ടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് വേണമെങ്കിൽ മാക്സിമം 50% വരെ നിബന്ധനകൾക്ക് വിധേയമായി നിങ്ങൾക്ക് ഇതിന്ന് ലോണും കൂടി ലഭിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ എടുക്കുന്ന ലോണുകൾക്ക് നിങ്ങൾ മാസം പലിശ അടയ്ക്കേണ്ടി വരും. ചിട്ടി പിടിക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര രൂപയാണ് ലോൺ എടുത്തത് ആ ലോൺ കുറച്ച് ബാക്കിയുള്ള സംഖ്യ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം. മാക്സിമം ആ ചിട്ടിയിൽ 50% വരെയാണ് ലോൺ ലഭിക്കുന്നത്. അതായത് 20 ലക്ഷത്തിന്റെ ചിട്ടിയിൽ നിങ്ങൾക്ക് ലോണ് 10 ലക്ഷം രൂപ വരെ ലഭിക്കാം. അത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. നിർബന്ധമില്ല. കാരണം മാസം പലിശ അടയ്ക്കേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യം എന്താണ് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഈ ചിട്ടി ബിസിനസ് ചിട്ടി ആയതുകൊണ്ട് തന്നെ കൂടുതലും ഇതിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും ഉണ്ടാകാൻ സാധ്യത. കാരണം മാസം 50,000 രൂപ വെച്ച് അടയ്ക്കാൻ സാമ്പത്തിക ശേഷിയുള്ളവരാണ് ഈ ചിട്ടിയിൽ ചേരുന്നത്. ഈ ചിട്ടി വന്നിട്ട് KSF-യുടെ ഏകദേശം എല്ലാ ശാഖകളിലും തുടങ്ങുന്ന ചിട്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ബിസിനസ് ചിട്ടി ആയതുകൊണ്ട് തന്നെ KSF-യുടെ പല ശാഖകളിലും ഈ ചിട്ടി ചെയ്യുന്ന ചിട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിട്ടി ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് അടുത്തുള്ള 1, 2, 3 ശാഖകളിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് നിങ്ങൾക്ക് ഈ ചിട്ടി ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ KSF-യുടെ ഏത് ശാഖയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചിട്ടി ചേരാവുന്നതാണ്. KSF-യുടെ പവർ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇതിന്റെ മാസം പേയ്മെന്റ് അടയ്ക്കാൻ കഴിയും. അപ്പൊ ഇതൊക്കെയാണ് ഈ ചിട്ടിയെ കുറിച്ച് പറയാനുള്ളത്. ഒരു ബേസിക് ഇൻഫർമേഷനാണ് ഈ വീഡിയോ
ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.